എല്ലാ സുഹൃത്തുക്കൾക്കും ടോക്ക് ടൈം അക്കാദമിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രീമിയർ പ്രോയിലെ ബേസിക്സ് ആണ് പറഞ്ഞു തന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രീമിയർ പ്രോയിൽ എങ്ങനെയാണ് ടൈറ്റിൽസ്, എഫക്റ്റ്, ട്രാൻസിഷൻസ് എന്നിവയൊക്കെ ആഡ് ചെയ്യുന്നത് എന്നാണ് പഠിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നമ്മുടെ മുമ്പത്തെ വീഡിയോ അഥവാ ബേസിക്സ് പറഞ്ഞ വീഡിയോ കാണാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും അത് കണ്ടതിന് ശേഷം മാത്രമാണ് ഈ വീഡിയോ കാണേണ്ടത്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒന്നുകൂടി നമ്മുടെ പാഠം എളുപ്പമാവുകയുള്ളൂ. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ നമ്മുടെ വീഡിയോയുടെ ഐക്കാർഡിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടതിന് ശേഷം മാത്രം നമ്മുടെ ഈ വീഡിയോ കാണുക. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ കാണുന്നവർ ആരെങ്കിലും ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടപ്പുറത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി അനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് പ്രീമിയർ പ്രോയിൽ എങ്ങനെയാണ് എഫക്റ്റുകൾ ആഡ് ചെയ്യുന്നത് എന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്ക് പ്രോഗ്രാം വിൻഡോയിൽ എഫക്റ്റ് ബാർ ഓപ്പൺ ആക്കണം. എഫക്റ്റ് ബാറിൽ പോയിക്കൊണ്ട് നമുക്കിവിടെ വീഡിയോ എഫക്റ്റിൽ പ്രീമിയർ പ്രോയിലെ ഒരുപാട് എഫക്റ്റുകൾ കാണാൻ സാധിക്കും. എല്ലാ എഫക്റ്റുകളും ഒന്നൊന്നായി ചെയ്തു നോക്കാൻ നമുക്കിവിടെ സമയമില്ല. അതിനാൽ ചില എഫക്റ്റുകൾ പരിചയപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ വീഡിയോയിൽ എഫക്റ്റുകൾ ആഡ് ചെയ്യാമെന്നും ആ എഫക്റ്റുകൾ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്നും നമുക്ക് പരിചയപ്പെടാം. ഞാനിവിടെ ആദ്യമായി പരിചയപ്പെടുത്തുന്നത് വീഡിയോ എഫക്റ്റിന് കീഴിലുള്ള ബ്ലർ ആൻഡ് ഷാർപ്പിന് കീഴിലുള്ള ഗോഷൻ ബ്ലർ എഫക്റ്റ് ആണ്. ഗോഷൻ ബ്ലർ എഫക്റ്റിന്റെ ഉപകാരം എന്താണെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ മുമ്പേ അറിയാമായിരിക്കും. നമുക്കിപ്പോൾ ഈ വീഡിയോ നല്ല ക്ലിയർ ആയിട്ടാണുള്ളത്. ഈ ക്ലിയർ ആയിട്ട് നിൽക്കുന്ന വീഡിയോയെ ബ്ലർ ചെയ്യാൻ വേണ്ടി, മങ്ങിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഗോഷൻ ബ്ലർ എഫക്റ്റ് ഉപയോഗിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീഡിയോക്ക് മുകളിൽ ഗോഷൻ ബ്ലർ എഫക്റ്റ് അപ്ലൈ ചെയ്യുകയാണ്. ഒരു വീഡിയോക്ക് മുകളിൽ എഫക്റ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ എഫക്റ്റ് സെലക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഫൂട്ടേജിന് മുകളിൽ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്താൽ മതി. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ ഈ വീഡിയോക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അതിനാൽ തന്നെ നമുക്ക് എഫക്റ്റ് കൺട്രോൾ പാനൽ പോയി ഗോഷൻ ബ്ലർ എഫക്റ്റിന്റെ എഫക്റ്റ് പ്രോപ്പർട്ടീസിൽ അല്പം മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. നിങ്ങളിപ്പോൾ കാണുന്നത് പോലെ ഇതാണ് എഫക്റ്റ് കൺട്രോൾ പാനൽ. നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് അഡ്ജസ്റ്റ്മെന്റുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ അതൊന്നും പറയുന്നില്ല. ഞാൻ എല്ലാം മിനിമൈസ് ചെയ്തുകൊണ്ട് ഗോഷൻ ബ്ലർ എഫക്റ്റിലേക്ക് നേരെ കടക്കുകയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ അപ്ലൈ ചെയ്തിട്ടുള്ള ഗോഷൻ ബ്ലർ എഫക്റ്റ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. എഫക്റ്റ് കൺട്രോൾ പാനലിന്റെ സൈഡിലായി നമുക്ക് ടൈം ലൈൻ പോലെ തന്നെ ഒരു ടൈം ലൈൻ മാർക്കർ ഉള്ള ഒരു വിൻഡോ കാണാൻ സാധിക്കും. ഇവിടെയുള്ള ടൈം ലൈൻ മാർക്കർ സ്ലൈഡ് ചെയ്തുകൊണ്ട് നമുക്ക് വീഡിയോ പ്ലേ ചെയ്ത് കാണാവുന്നതുമാണ്. ഞാനിവിടെ ഗോഷൻ ബ്ലറിന്റെ ബ്ലർനെസ് എമൗണ്ടിൽ അല്പം മാറ്റം വരുത്തുകയാണ്. മാറ്റം വരുത്തുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് ഇവിടെ പ്രോഗ്രാം മോണിറ്ററിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് രണ്ട് രീതിയിൽ ഇവിടുത്തെ എമൗണ്ടിൽ മാറ്റം വരുത്താം. ഒന്നെങ്കിൽ ഇവിടെ മൗസ് ഉപയോഗിച്ച് ഇങ്ങനെ സ്ലൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ഡബിൾ ക്ലിക്ക് അടിച്ചുകൊണ്ട് കീബോർഡിൽ നമുക്ക് എമൗണ്ടുകൾ ടൈപ്പ് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ ഇവിടെ 100 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ 100 എമൗണ്ടിൽ ബ്ലർനെസ് വരുന്നത് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ബ്ലർനെസ് എഡ്ജുകളിലും കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഡ്ജുകളിലും ഈ ബ്ലർനെസ് എഫക്റ്റ് കൊണ്ടുവരാവുന്നതാണ്. ഇനി നമുക്ക് മറ്റൊരു എഫക്റ്റ് ആയ ഫൈൻഡ് എഡ്ജ് എഫക്റ്റ് പരിചയപ്പെടാം. അതിനായിട്ട് നമുക്ക് എഫക്റ്റ് ബാറിൽ വന്നുകൊണ്ട് ഫൈൻഡ് എഡ്ജ് എന്ന് സെർച്ച് ചെയ്യുക. ഫൈൻഡ് എഡ്ജ് എന്ന് സെർച്ച് ചെയ്ത സമയത്ത് നമുക്ക് വീഡിയോ എഫക്റ്റിന് കീഴിൽ സ്റ്റൈലൈസിന് കീഴിൽ ഫൈൻഡ് എഡ്ജ് എന്നൊരു എഫക്റ്റ് കാണാൻ സാധിച്ചു. ഞാൻ ഈ ഫൈൻഡ് എഡ്ജ് എഫക്റ്റ് സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നമ്മുടെ നേരത്തെ എഫക്റ്റ് ചെയ്ത ഗോഷൻ ബ്ലർ എഫക്റ്റ് ചെയ്ത അതേ വീഡിയോ ഫൂട്ടേജിന് മുകളിൽ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ഇവിടെ ഗോഷൻ ബ്ലറിന് പുറമെ ഫൈൻഡ് എഡ്ജ് എന്നൊരു എഫക്റ്റ് കൂടി ഈ വീഡിയോക്ക് വന്നിട്ടുണ്ട്. നമ്മൾ എഫക്റ്റ് കൺട്രോൾ പാനൽ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഏത് വീഡിയോയുടെ പ്രോപ്പർട്ടീസിലാണോ മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നത് ആ വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം വേണം എഫക്റ്റ് കൺട്രോൾ പാനലിലേക്ക് വരാൻ. ഉദാഹരണത്തിന് ഞാൻ ഈ വീഡിയോയുടെ തൊട്ടടുത്തുള്ള വീഡിയോ സെലക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഈ ഗോഷൻ ബ്ലർ എഫക്റ്റും ഫൈൻഡ് എഡ്ജൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. കാരണം ഞാൻ ഒന്നാമത്തെ ഫൂട്ടേജിലാണ് ഈ എഫക്റ്റുകളെല്ലാം തന്നെ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ ഫൈൻഡ് എഡ്ജ് എഫക്റ്റ് ഈ വീഡിയോയെ പൂർണ്ണമായി മാറ്റിമറിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ രണ്ട് എഫക്റ്റ് ഉള്ളതിനാൽ ഫൈൻഡ് എഡ്ജ് എഫക്റ്റ് കൃത്യമായിട്ട് നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നില്ല. ഫൈൻഡ് എഡ്ജ് എഫക്റ്റ് കൃത്യമായിട്ട് കാണാൻ നമുക്ക് ഗോഷൻ ബ്ലർ എഫക്റ്റ് ഡിസേബിൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു എഫക്റ്റ് ഡിസേബിൾ ചെയ്യാൻ എഫക്റ്റ് നെയിമിന് മുമ്പിലുള്ള ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എഫക്റ്റുകൾ ഡിസേബിൾ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഗോഷൻ ബ്ലർ എഫക്റ്റ് ഡിസേബിൾ ചെയ്തപ്പോൾ നമുക്ക് ഫൈൻഡ് എഡ്ജ് എഫക്റ്റ് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നോർമൽ കേസിലുള്ള വീഡിയോകളെ വരച്ച രൂപത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫൈൻഡ് എഡ്ജ് എഫക്റ്റുകൾ ഉപയോഗിക്കുന്നത്.
നിങ്ങളിപ്പോൾ നേരത്തെ കണ്ട ഒരു ഫോറസ്റ്റിന്റെ ഫൂട്ടേജ് ഇപ്പോൾ ഒരു വരച്ച രൂപത്തിൽ കാണാൻ സാധിക്കുന്നുണ്ടാകും. ഫൈൻഡ് എഡ്ജ് എഫക്റ്റ് അപ്ലൈ ചെയ്യുമ്പോഴും അപ്ലൈ ചെയ്യാത്തപ്പോഴുമുള്ള വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ഡിസേബിൾ ചെയ്തുകൊണ്ട് കാണാൻ സാധിക്കുന്നതാണ്. എഫക്റ്റ് കൺട്രോൾ പാനൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ട അത്യാവശ്യം എഡിറ്റിംഗുകൾ നമുക്ക് ചെയ്യാവുന്നതാണ്. ഉദാഹരണത്തിന് ഞാൻ ഈ ടൈം ലൈനിലേക്ക് വലിച്ചിട്ടുള്ള വീഡിയോകളിൽ റെസൊല്യൂഷൻ കുറഞ്ഞ വീഡിയോകളുണ്ട്. ഉദാഹരണത്തിന് ഈ വീഡിയോ ഈ സ്ക്രീനിൽ റെസൊല്യൂഷൻ കുറഞ്ഞതിനാൽ ഫിറ്റ് ആയിട്ട് നിൽക്കുന്നില്ല. ഇത്തരം അവസ്ഥകളിൽ നമുക്ക് ഈ വീഡിയോ സെലക്ട് ചെയ്തുകൊണ്ട് എഫക്റ്റ് കൺട്രോൾ പാനലിൽ വരികയാണെങ്കിൽ എഫക്റ്റ് കൺട്രോൾ പാനലിൽ മോഷന് കീഴിൽ നമുക്ക് സ്കെയിലിംഗ് പ്രോപ്പർട്ടീസിൽ അല്പം മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഈ വീഡിയോയെ നമുക്ക് കൃത്യമായിട്ട് സ്ക്രീനിൽ ഫിറ്റ് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ 100 എന്നുള്ളത് അല്പം കൂട്ടുന്ന സമയത്ത് ഈ വീഡിയോ സ്ക്രീനിൽ ഫിറ്റ് ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ ഇവിടെ 137 എമൗണ്ടിൽ ഈ വീഡിയോ കൃത്യമായിട്ട് ഈ സ്ക്രീനിൽ ഫിറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. എഫക്റ്റ് കൺട്രോൾ പാനൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ആനിമേഷനുകൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ആനിമേഷനുകൾ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് കീ ഫ്രെയിമുകൾ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ കീ ഫ്രെയിമുകൾ ആഡ് ചെയ്യുന്നത് ഈ സ്റ്റോപ്പ് വാച്ച് ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ്. ഞാനിപ്പോ നേരത്തെ ചെയ്ത 100 എമൗണ്ടിൽ ചെറുതായി നിന്ന ഈ വീഡിയോ 137 എമൗണ്ടിലേക്ക് വലുതായി വരുന്നതായിട്ട് നമുക്ക് ഒരു സൂമിംഗ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യൽ എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ നമ്മൾ ആദ്യം 137ൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഇവിടെ സ്റ്റോപ്പ് വാച്ച് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ ഇവിടെ ഒരു കീ ഫ്രെയിം ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് വീഡിയോ പിന്നിലേക്ക് എടുത്തതിന് ശേഷം അവിടെ ഞാൻ 100 എന്ന എമൗണ്ട് കൊടുക്കുന്നു. അപ്പൊ നമ്മൾ ഇവിടെ ഒരു കീ ഫ്രെയിമുകൾ ഉപയോഗിച്ച് സൂമിംഗ് ആനിമേഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ വീഡിയോ വലുതായിട്ട് വരുന്ന ഈ സൂമിംഗ് എഫക്റ്റിന്റെ കൂടെ റൊട്ടേഷൻ എഫക്റ്റും കൂടി ആഡ് ചെയ്തു വെക്കാം. അതിനുവേണ്ടി നമ്മൾ ഇവിടെ റൊട്ടേഷൻ സ്റ്റോപ്പ് വാച്ച് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു. ശേഷം നമ്മൾ അടുത്ത കീ ഫ്രെയിമിലേക്ക് പോകുന്നു. എന്നിട്ട് ഇവിടെ എമൗണ്ടിൽ മാറ്റം വരുത്തുന്നു. നമ്മൾ ഒരു ട്വിസ്റ്റ് ആണ് ഇവിടെ കൊടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ 2 ട്വിസ്റ്റ് ഒക്കെ കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു ട്വിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഈ വീഡിയോ പ്ലേ ചെയ്ത് നോക്കുക. ഓക്കെ, സൂമിംഗ് എഫക്റ്റിനൊപ്പം ഇപ്പോൾ ഇവിടെ റൊട്ടേഷൻ എഫക്റ്റും കൂടി ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഒരുപാട് ആനിമേഷനുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ വീഡിയോകൾ കാണുന്നതാണ് വീഡിയോ എൻഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് വീഡിയോ ഒരു ബ്ലാക്കിഷിലേക്ക് മെല്ലെ പോകുന്നത്. അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ തൽക്കാലത്തിന് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ള കീ ഫ്രെയിമുകളെല്ലാം തന്നെ സെലക്ട് ചെയ്ത് ഡിലീറ്റ് അടിക്കുകയാണ്. എന്നിട്ട് ഞാൻ ഈ വീഡിയോയുടെ ഒപ്പാസിറ്റിയിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുകയാണ്. വീഡിയോ എൻഡ് ചെയ്തതിന് മുമ്പ് കുറച്ച് മുന്നിലോട്ട് എടുക്കുന്നു. എന്നിട്ട് ഇവിടെ ഞാൻ സ്റ്റോപ്പ് വാച്ച് ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് കീ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യുന്നു. ഇപ്പൊ ഇവിടെ ഒരു കീ ഫ്രെയിം ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇവിടുത്തെ ഒപ്പാസിറ്റി 100 ആണ്. ഇനി നമ്മൾ ലാസ്റ്റ് വീഡിയോയുടെ എൻഡിലേക്ക് പോയിക്കൊണ്ട് നമ്മൾ അവിടെ 0 ഡിഗ്രി കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഈ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ക്ലിയർ ആയിട്ട് നിന്നൊരു വീഡിയോ മെല്ലെ ഒരു ബ്ലാക്കിഷിലേക്ക് പോയിട്ട് ഇങ്ങനെ എൻഡ് ചെയ്യുകയാണ്. ഇങ്ങനെയാണ് നമ്മൾ അങ്ങനെയുള്ള ഒരു എഫക്റ്റ്, ബ്ലാക്കിഷ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്തത് എഫക്റ്റുകളെ കുറിച്ചായിരുന്നു. ഇനി നമുക്ക് ട്രാൻസിഷനുകളെ കുറിച്ച് ചർച്ച ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ വീണ്ടും എഫക്റ്റ് ബാറിലേക്ക് വരുന്നു. ശേഷം നമുക്ക് ഇവിടെ കാണുന്നത് പോലെ വീഡിയോ ട്രാൻസിഷൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ വീഡിയോ ട്രാൻസിഷന് കീഴിൽ നമ്മൾ നേരത്തെ എഫക്ട്സിൽ കണ്ടതുപോലെ തന്നെ ഒരുപാട് ട്രാൻസിഷനുകൾ പ്രീമിയർ പ്രോയിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇതിൽ ഡിസോൾവിന് കീഴിലുള്ള ട്രാൻസിഷനുകളാണ് കോമൺ ആയിട്ട് നമ്മൾ വീഡിയോകളിൽ ഉപയോഗിക്കാറുള്ളത്. ഞാൻ തന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു കോമൺ വീഡിയോ ട്രാൻസിഷൻ ആണ് ക്രോസ് ഡിസോൾവ്. ഒരു ട്രാൻസിഷൻ നമുക്ക് ഒരു വീഡിയോ ക്ലിപ്പിൽ ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ ട്രാൻസിഷൻ സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്ത് 2 ക്ലിപ്പുകൾക്ക് കൊണ്ടുവന്നുകൊണ്ട് ഡ്രോപ്പ് ചെയ്യുക. ഇനി നമ്മൾ ടൈം ലൈൻ സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം ക്രോസ് ഡിസോൾവ് എന്ന ഈ ഒരു ട്രാൻസിഷൻ ഇവിടെ 2 വീഡിയോകൾക്കിടയിൽ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കിയാൽ കൃത്യമായിട്ട് ഇത് മനസ്സിലാകും. ഓക്കെ, അപ്പൊ മറ്റേ വീഡിയോയിൽ നിന്നും മെല്ലെ ഈ വീഡിയോയിലേക്ക് സ്ലൈഡ് ചെയ്ത് നീങ്ങുകയാണ്. എഫക്റ്റ് ഡിസേബിൾ ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ പഠിച്ചിരുന്നത്. അതുപോലെ തന്നെ ട്രാൻസിഷൻ ഡിസേബിൾ ചെയ്യാൻ ആ ട്രാൻസിഷൻ സെലക്ട് ചെയ്തുകൊണ്ട് ഡിലീറ്റ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ആ ട്രാൻസിഷൻ അവിടെ നിന്നും ഡിലീറ്റ് ആയി പോയി. ഇനി നമുക്ക് അടുത്തത് ഡിപ്പ് ടു ബ്ലാക്ക് എന്ന കോമൺ ട്രാൻസിഷൻ ഉപയോഗിച്ച് നോക്കാം. നമ്മൾ നേരെ ഡ്രാഗ് ചെയ്ത് ഈ 2 വീഡിയോകൾക്കിടയിൽ കൊണ്ടുവന്ന് ഇടുന്നു. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാണ് ഡിപ്പ് ടു ബ്ലാക്ക് ട്രാൻസിഷൻ.
ചില സാഹചര്യങ്ങളിൽ നമ്മൾ രണ്ട് ക്ലിപ്പുകൾക്കിടയിൽ ട്രാൻസിഷൻ കൊണ്ടുവന്നിടുന്ന സമയത്ത് ട്രാൻസിഷൻ കൃത്യമായിട്ട് രണ്ട് ക്ലിപ്പുകളുടെ നടുവിൽ വന്നുകൊള്ളണമെന്നില്ല. ഇത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ട്രാൻസിഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ എഫക്റ്റ് കൺട്രോൾ പാനൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലൈൻമെന്റ് ഓപ്ഷനിൽ സെന്റർ അറ്റ് കട്ട് എന്ന ഓപ്ഷൻ തന്നെയാണോ എനേബിൾ ആയിട്ടുള്ളതെന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ ആയിരിക്കും ട്രാൻസിഷൻ, സെന്ററിൽ തന്നെ ആയിരിക്കും ട്രാൻസിഷൻ വരിക. സ്റ്റാർട്ട് അറ്റ് കട്ട് ആയിരിക്കുമ്പോഴാണ് വീഡിയോയുടെ തുടക്കത്തിൽ ട്രാൻസിഷൻ വരുന്നത്. അപ്പോൾ സെന്റർ അറ്റ് കട്ട് ഓപ്ഷൻ ആണ് ഏറ്റവും നല്ല ഓപ്ഷൻ. ആവശ്യമുള്ള സമയങ്ങളിൽ നമുക്ക് സ്റ്റാർട്ട് കട്ട് ഓപ്ഷൻ ഉപയോഗിക്കേണ്ടി വരും. അതൊക്കെ ആവശ്യമുള്ള സാഹചര്യം പോലെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഉപയോഗിച്ചാൽ മതി. ഇനി നമുക്കൊരു ട്രാൻസിഷൻ വളരെ ഇഷ്ടപ്പെട്ടു, നമുക്ക് ആ ട്രാൻസിഷൻ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ആ ട്രാൻസിഷൻ ഡിഫോൾട്ട് ട്രാൻസിഷൻ ആക്കി മാറ്റിയാൽ മതി. എനിക്കിപ്പോൾ വളരെ ഇഷ്ടപ്പെട്ട ട്രാൻസിഷൻ ആണ് ക്രോസ് ഡിസോൾവ്. അപ്പൊ ഞാൻ ഈ രണ്ട് ക്ലിപ്പുകൾക്കിടയിൽ ക്രോസ് ഡിസോൾവ് ട്രാൻസിഷൻ കൊണ്ടുവരാൻ വേണ്ടി ഈ രണ്ട് ക്ലിപ്പുകൾക്കിടയിൽ കൊണ്ടുപോയിക്കൊണ്ട് മൗസ് വെക്കുന്നു. എന്നിട്ട് അവിടെ റൈറ്റ് ക്ലിക്ക് അമർത്തുന്നു. അപ്പൊ ഇവിടെ അപ്ലൈ ഡിഫോൾട്ട് ട്രാൻസിഷൻ എന്നൊരു ഓപ്ഷൻ എനേബിൾ ആയിട്ടുണ്ട്. അപ്പൊ ഞാനത് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിക്കൊണ്ട് അവിടെ ക്രോസ് ഡിസോൾവ് ട്രാൻസിഷൻ വന്നു കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് വരുന്ന ഒരു സംശയമാണ് എങ്ങനെയാണ് ഒരു ഡിഫോൾട്ട് ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നത്. വളരെ എളുപ്പമാണ്. നമ്മൾ നേരെ എഫക്റ്റ് ബാറിലേക്ക് വരുന്നു. എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ട്രാൻസിഷൻ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യുന്നു. ഞാനിപ്പോ ഇവിടെ ക്രോസ് ഡിസോൾവ് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സെറ്റ് സെലക്ടഡ് ആസ് ഡിഫോൾട്ട് ട്രാൻസിഷൻ എന്നൊരു ഓപ്ഷൻ എനേബിൾ ആക്കാൻ കിട്ടും. ഈ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അപ്ലൈ ഡിഫോൾട്ട് ട്രാൻസിഷൻ അടിക്കുന്ന സമയത്ത് ഈ ട്രാൻസിഷൻ ആയിരിക്കും അവിടെ ഡിഫോൾട്ട് ട്രാൻസിഷൻ ആയിട്ട് വരുന്നത്. പ്രീമിയർ പ്രോയിൽ വീഡിയോകൾക്ക് മാത്രമല്ല ഓഡിയോകൾക്കും എഫക്റ്റുകളും ട്രാൻസിഷനുകളും ഉണ്ട്. പ്രീമിയർ പ്രോയിലെ എല്ലാ ഓഡിയോ ട്രാൻസിഷനുകളും ക്രോസ് ഫെയ്ഡ് ട്രാൻസിഷനുകളാണ്. ഇതിൽ തന്നെ നമ്മൾ കോമൺ ആയിട്ട് ഓഡിയോ ട്രാൻസിഷൻ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് കോൺസ്റ്റന്റ് പവർ. കോൺസ്റ്റന്റ് പവർ ട്രാൻസിഷൻ ആണ് ഞാൻ നേരത്തെ ക്രോസ് ഡിസോൾവ് പറഞ്ഞ പോലെ കോമൺ ആയിട്ട് നമ്മൾ ഓഡിയോ എഡിറ്റിംഗിൽ ഉപയോഗിക്കുന്ന ട്രാൻസിഷൻ. ഇനി പ്രീമിയർ പ്രോയിൽ എങ്ങനെ ടൈറ്റിലുകൾ ആഡ് ചെയ്യാമെന്ന് പഠിക്കാം. അതിനുവേണ്ടി നമ്മൾ ഇവിടെ ടൂൾ ബാറിൽ നിന്നും ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് പ്രോഗ്രാം മോണിറ്ററിന്റെ എവിടെ വേണമെങ്കിലും ക്ലിക്ക് ചെയ്തുകൊണ്ട് ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ടോക്ക് ടൈം എന്ന് ഒരു ഹെഡിങ് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ഇവിടെ ടോക്ക് ടൈം എന്നൊരു ടെക്സ്റ്റ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ടൈപ്പ് ടൂളിൽ നിന്നും എക്സിറ്റ് ആവാൻ നിങ്ങൾക്ക് കൺട്രോൾ എൻ്റർ ഉപയോഗിച്ചും എക്സിറ്റ് ആവാവുന്നതാണ്. അല്ലെങ്കിൽ ഇവിടെ കാണുന്ന ഈ സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ടൈപ്പ് ടൂളിൽ നിന്നും എക്സിറ്റ് ആവാവുന്നതാണ്. ഈ സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രോഗ്രാം മോണിറ്ററിന്റെ എവിടെ വേണമെങ്കിലും ഈ ടൈറ്റിൽ കൊണ്ടുപോയി വെക്കാൻ കഴിയും. നിങ്ങളിപ്പോൾ കാണുന്നത് പോലെ ഇവിടെ ടൈം ലൈനിൽ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള ഈ ടോക്ക് ടൈം എന്ന ഈ ഒരു ടൈറ്റിൽ ഇവിടെ ഒരു ഗ്രാഫിക് ലെയർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയുടെ ഏതെല്ലാം ഭാഗങ്ങളിൽ ഈ ടൈറ്റിൽ വരണമെന്ന് നമുക്ക് ഈ ടൈറ്റിലിന്റെ ഡ്യൂറേഷൻ കൂട്ടിയും കുറച്ചും നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ടെക്സ്റ്റിൽ ഒന്നും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് എഡിറ്റിങ്ങുകൾ നടത്തണമെങ്കിൽ ഇവിടെ വിൻഡോ മെനുവിൽ പോയിക്കൊണ്ട് എസെൻഷ്യൽ ഗ്രാഫിക്സ് പാനൽ ഓപ്പൺ ആക്കണം. ഈ എസെൻഷ്യൽ ഗ്രാഫിക്സ് പാനലിൽ എഡിറ്റ് ടാബിൽ പോയിക്കൊണ്ടാണ് നമ്മൾ ടെക്സ്റ്റിന് വേണ്ട അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ ആദ്യം ഇവിടെ ടെക്സ്റ്റ് സെലക്ട് ചെയ്യണം. ഇപ്പോൾ ഇവിടെ ടെക്സ്റ്റ് സെലക്ട് ചെയ്തപ്പോൾ ടെക്സ്റ്റിന് വേണ്ട ഒരുപാട് അഡ്ജസ്റ്റ്മെന്റുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ഇവിടെയാണ് ടെക്സ്റ്റിന്റെ അലൈൻമെന്റും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നത്. അത് സെൻറ്ററിൽ വരുന്നോ, മിഡിൽ വരണോ, ടോപ്പിൽ വരണോ എന്നെല്ലാം തീരുമാനിക്കുന്നത് ഇവിടെയാണ്. ഞാൻ ഏതായാലും എനിക്ക് ഈ സൈഡിലായിട്ടാണ് വേണ്ടത്. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെയാണ് ഈ ടോക്ക് ടൈം എന്ന ടൈറ്റിൽ സെറ്റ് ചെയ്യുന്നത്. ശേഷം നമ്മൾ താഴെ കാണുന്ന പോലെ നമുക്ക് ടെക്സ്റ്റിന് വേണ്ട കളറുകൾ ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ തന്നെയുണ്ട്. അതുപോലെ തന്നെ ഈ ടെക്സ്റ്റിന് വേണമെങ്കിൽ സ്ട്രോക്ക് കൊടുക്കാനും എല്ലാം ഇവിടെ ഓപ്ഷൻ ഉണ്ട്. സ്ട്രോക്കിൻ്റെ കളർ മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഇവിടെ ടിക്ക് ഇട്ടുകൊണ്ട് എനേബിൾ ആക്കിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. എസെൻഷ്യൽ ഗ്രാഫിക്സ് പാനലിനെ കുറിച്ചുള്ള വിശദമായ ക്ലാസ് നമ്മുടെ ക്ലാസ് പരമ്പരയിൽ വരുന്നതിനാൽ ഞാനിവിടെ എസെൻഷ്യൽ ഗ്രാഫിക്സ് പാനലിൻ്റെ ബേസിക് ആയ കാര്യങ്ങൾ മാത്രമേ ഇപ്പോൾ ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നുള്ളൂ. അതിനുവേണ്ടി നമ്മൾ എസെൻഷ്യൽ ഗ്രാഫിക്സ് പാനലിലെ ന്യൂ ഐറ്റമിൽ പോയിക്കൊണ്ട് നമുക്ക് വേണ്ട ഷേപ്പുകൾ ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. എനിക്കിപ്പോൾ വേണ്ടത് റെക്റ്റാങ്കിൾ ആണ്. അതുകൊണ്ട് ഞാനിവിടെ റെക്റ്റാങ്കിൾ ആണ് സെലക്ട് ചെയ്യുന്നത്. റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ പ്രോഗ്രാം മോണിറ്ററിൽ റെക്റ്റാങ്കിൾ ടൂള് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ വലിപ്പം കൂട്ടാനും കുറക്കാനും എല്ലാം നമുക്ക് കഴിയും. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം നിങ്ങൾ കാണുന്നുണ്ടാകും. ഇപ്പോൾ ഇവിടെ ഈ റെക്റ്റാങ്കിൾ ഉള്ളത് നമ്മുടെ ടെക്സ്റ്റിൻ്റെ മുകളിലാണ്. നമുക്ക് ടെക്സ്റ്റിൻ്റെ അടിയിലായിട്ടാണ് ഈ ഷേപ്പ് കൊണ്ടുവരേണ്ടത്. അത് നമുക്ക് ഇവിടെയാണ് ഇതിൻ്റെ ലെയർ സെറ്റിങ്ങുകൾ ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ ഷേപ്പിനെ നേരെ ഈ ടോക്ക് ടൈമിൻ്റെ അടിയിലേക്ക് വലിച്ചിട്ട് കഴിഞ്ഞാൽ ഈ ടെക്സ്റ്റിൻ്റെ അടിയിലായിട്ട് ഈ ഷേപ്പ് ഇപ്പോൾ വന്നത് കാണാൻ സാധിക്കും.
ഇനി നമുക്ക് ഈ ഷേപ്പിന്റെ കളറുകൾ മാറ്റം വരുത്തണമെങ്കിൽ ഇവിടെ വന്നുകൊണ്ട് ഫില്ലിൽ നമുക്ക് വേണ്ട ഇഷ്ടപ്പെട്ട കളറുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഷേപ്പിന് ആ കളറുകൾ ലഭിക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് ഇതിന് ഫിൽ കളർ കൊടുക്കണമെന്നില്ല, എനിക്കിവിടെ ഒരു ബോർഡർ കൊടുക്കാനാണ് താല്പര്യം. അപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ ഫിൽ കളർ കളഞ്ഞുകൊണ്ട് ഞാൻ ആ ഷേപ്പ് ഒരു ബോർഡർ ആക്കി മാറ്റുകയാണ്. എന്നിട്ട് അതിൻ്റെ വെയിറ്റ് അല്പം കൂട്ടി കൊടുക്കുന്നു. ഇപ്പോൾ ഇതൊരു ക്രിയേറ്റീവായ ടൈറ്റിലായിട്ട് മാറിയിട്ടുണ്ട് ഈ ടോക്ക് ടൈം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ടെക്സ്റ്റിനൊപ്പം ഷേപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റീവായ ടൈറ്റിലുകൾ ഉണ്ടാക്കിയെടുക്കാൻ എസൻഷ്യൽ ഗ്രാഫിക്സ് പാനലിൻ്റെ സഹായത്തോടെ സാധിക്കും. ഇനി നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും എസൻഷ്യൽ ഗ്രാഫിക്സ് പാനൽ ഉപയോഗിച്ചുകൊണ്ട് ടൈറ്റിൽ ഉണ്ടാക്കാൻ സമയമില്ല, പെട്ടെന്ന് ടൈറ്റിലുകൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ബ്രോസിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് മൊഗഡ്സ് കാണാൻ സാധിക്കും. മൊഗഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഷൻ ഗ്രാഫിക് ടെംപ്ലേറ്റിൻ്റെ ഷോർട്ട് വേർഡ് ആണ് മൊഗഡ്സ്. ഈ മൊഗഡ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രീമിയർ പ്രോയിൽ നല്ല നല്ല ടൈറ്റിലുകൾ ഉണ്ടാക്കാൻ സാധിക്കും. ഞാനിവിടെ ഉദാഹരണത്തിന് ഈ ഫാഷൻ ഡിസൈൻ എന്ന ഒരു ടൈറ്റിൽ ഞാനിവിടെ ടൈം ലൈനിൽ ഉപയോഗിക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ടൈറ്റിൽ സെലക്ട് ചെയ്തുകൊണ്ട് നേരെ ടൈം ലൈനിലേക്ക് വലിച്ചിടുക. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ടൈം ലൈനിൽ ഫാഷൻ ഡിസൈൻ എന്ന ഈ ഒരു ടെക്സ്റ്റ് ലെയർ എനേബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഈ ടെക്സ്റ്റിൽ എന്ത് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത് പോലെ ഈ ടെക്സ്റ്റ് ലെയറുമായി ബന്ധപ്പെട്ട ഒരുപാട് എഡിറ്റിങ്ങുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ ടെക്സ്റ്റ് 1 എന്ന് പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും ഫാഷനാണ്. അപ്പോൾ ഫാഷൻ്റെ കളറാണ് ഇവിടെ റോസ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ ടെക്സ്റ്റ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈൻ ആണ്. അപ്പോൾ ഡിസൈനിൻ്റെ കളറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ഷേപ്പ് 1 എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡിസൈനിങ്ങിൽ ഒരു ഷേപ്പ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഷേപ്പിൻ്റെ കളറാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്ക് ടെക്സ്റ്റുകൾ ആഡ് ചെയ്യണമെങ്കിൽ നമ്മുടേതായ ടെക്സ്റ്റുകൾ നമ്മൾ ഇവിടെയാണ് ആഡ് ചെയ്യുന്നത്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ടൈറ്റിൽ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടൈറ്റിൽ വളരെ വൃത്തിയായിട്ട് ഇപ്പോൾ നമ്മുടെ പ്രീമിയർ പ്രോയിൽ വന്നത് കാണാൻ സാധിക്കും. ഓക്കെ, ഇപ്പോൾ വളരെ മനോഹരമായ ഒരു ടൈറ്റിൽ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ എസൻഷ്യൽ ഗ്രാഫിക്സ് പാനൽ ഉപയോഗിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ടൈറ്റിലുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ പ്രീമിയർ പ്രോയിൽ ഒരുപാട് ടെംപ്ലേറ്റുകൾ ഡൗൺലോഡ് ചെയ്തതുകൊണ്ട് വേറെയും ഒരുപാട് മൊഗാഡ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. പ്രീമിയർ പ്രോയിലെ പുതിയ വേർഷനുകളിലാണ് നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എസൻഷ്യൽ ഗ്രാഫിക്സ് പാനൽ പോലത്തെ ടൈറ്റിൽ എഡിറ്റേഴ്സ് ഉള്ളത്. നമുക്ക് പഴയ വേർഷനുകളിൽ ഇത്തരം എസൻഷ്യൽ ഗ്രാഫിക്സ് പാനലൊന്നും കാണാൻ സാധിക്കില്ല. അപ്പോൾ പഴയ വേർഷനുകളിൽ ടൈറ്റിലുകൾ ക്രിയേറ്റ് ചെയ്യാൻ നമ്മളിവിടെ ഫയലിൽ പോയിക്കൊണ്ട് ന്യൂവിൽ ഇവിടെ ലെഗസി ടൈറ്റിൽ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ലെഗസി ടൈറ്റിൽ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ നമുക്കിവിടെ ടെക്സ്റ്റ് ലെയറിന് ആവശ്യമായിട്ടുള്ള വെടുത്തും ഹൈറ്റും എല്ലാം കാണാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ടൈറ്റിലിന് വേണ്ട പേര് ഇവിടെ കൊടുക്കാൻ സാധിക്കും. ഞാനിവിടെ ബേസിക്സ് 1 എന്ന് നമ്മുടെ ടൈറ്റിലിൽ ഒരു പേര് കൊടുക്കുകയാണ്. എന്നിട്ട് ഓക്കെ കൊടുക്കുമ്പോൾ ഇവിടെ ലെഗസി ടൈറ്റിലിൻ്റെ എഡിറ്റിംഗ് പാനൽ നമുക്ക് മുമ്പിൽ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾക്കിവിടെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും നമുക്കിവിടെ എസൻഷ്യൽ ഗ്രാഫിക്സ് പാനലിൽ ഇല്ലാതിരുന്ന ടെക്സ്റ്റുമായി ബന്ധപ്പെട്ട ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമുക്ക് ഇവിടെ ലെഗസി ടൈറ്റിലിൽ കാണാവുന്നതാണ്. ശേഷം നമ്മൾ നമ്മുടെ ടെക്സ്റ്റിന് വേണ്ട ഒരു ഫോണ്ട് ഇവിടെ സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഒരു ഫോണ്ട് ഇപ്പോൾ തൽക്കാലത്തിന് സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം ഞാൻ നേരെ ടൈപ്പ് ചെയ്യുകയാണ്. ടോക്ക് ടൈം എന്നാണ് ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നത് തൽക്കാലത്തിന്. ഇപ്പോൾ ഇവിടെ ടോക്ക് ടൈം എന്നൊരു ടെക്സ്റ്റ് ലെയർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് കളർ ഫില്ല് ചെയ്യാൻ നമുക്ക് ഇവിടെ കാണാം. കളർ ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിവിടെ ഒരു ബ്ലാക്ക് കളറാണ് ടെക്സ്റ്റിന് കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വളരെ വൃത്തിയായിട്ട് ഈ ടോക്ക് ടൈം എന്ന ഒരു ടെക്സ്റ്റ് ലെയർ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് ലെഗസി ടൈറ്റിലുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ലെഗസി ടൈറ്റിൽ നമുക്ക് എങ്ങനെ ടൈം ലൈനിലേക്ക് വലിച്ചിടാമെന്ന് നോക്കാം. അതിനുവേണ്ടി ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ലെഗസി ടൈറ്റിൽ എന്ന ഈ പാനൽ നേരെ ക്ലോസ് ചെയ്യുക. നേരെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രോഗ്രാം മോണിറ്ററിൽ ഈ ഒരു ടെക്സ്റ്റ് ലെയർ ഇവിടെ ഒരു ലെയർ ആയിട്ട് പ്രോഗ്രാം വിൻഡോയിൽ വന്നത് കാണാൻ സാധിക്കും. ഈ ലെയറിന് നമ്മൾ നേരെ ടൈം ലൈനിലേക്ക് വലിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏത് വീഡിയോയുടെ മുകളിലാണോ ലെഗസി ടൈറ്റിൽ കൊണ്ടുവരേണ്ടത് ആ വീഡിയോക്ക് മുകളിലായിട്ട് നമുക്ക് ഈ ഒരു ടൈറ്റിൽ കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, ഇങ്ങനെയാണ് ലെഗസി ടൈറ്റിൽ നമ്മൾ പ്രീമിയർ പ്രോയിൽ ഉപയോഗിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രീമിയർ പ്രോയിൽ എങ്ങനെയാണ് എഫക്റ്റീവ് ട്രാൻസിഷൻസ് എന്നിവയൊക്കെ ആഡ് ചെയ്യുക എന്ന് പഠിച്ചു. അപ്പോൾ തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമുക്ക് ലോഗോ ഇൻട്രോ ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെയോ അല്ലെങ്കിൽ ടെലഗ്രാം ഗ്രൂപ്പിലൂടെയോ ചോദിക്കാവുന്നതാണ്. അഡോബി പ്രീമിയർ പ്രോയെ കുറിച്ചുള്ള മറ്റു ക്ലാസ്സുകളുമായി നമുക്ക് വീണ്ടും അടുത്ത അധ്യായത്തിൽ കാണാം.